ഇറാനിലെ ആക്രമണങ്ങൾ ഞാൻ മതി എന്ന് പറയുന്നതുവരെ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് പറയുമ്പോഴും ഇറാനിലെ കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും തുറന്ന ഭീഷണിയുമായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളുള്ളത്. പെട്ടെന്നുള്ള മരണത്തിനായി തയ്യാറായിക്കൊള്ളൂ എന്ന തലക്കെട്ടോടെയാണ് ഇറാന്റെ ഔദ്യോഗിക ദിനപത്രമായ ഹംഷഹരിയുടെ മുൻ പേജിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ലിൻസേ ഗ്രഹാമിന്റെ ചിത്രം പിടിച്ച് ഡൊണാൾഡ് ട്രംപ് മുട്ടുകുത്തി കരയുന്നതായും US പ്രതിരോധ സെക്രട്ടറി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർ ഭയന്നു നിൽക്കുന്നതായും ചിത്രീകരിക്കുന്ന ചിത്രവും വാർത്തക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ജനതയുടെയും ഭരണകൂടത്തിന്റെയും രോഷമാണ് ഈ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത് മുതലാണ് പശ്ചിമേഷ്യ കലുഷിതമായത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ഹുർമൂസ് കടലിടുക്ക് അടക്കുകയായിരുന്നു. ജൂലൈ 13 അമേരിക്ക ഹുർമൂസ് കടലിടുക്കിന്റെ ഗാർഡിയൻ ആകുമെന്നും സുരക്ഷാ ചെലവുകൾക്കായി കപ്പലുകളിൽ നിന്ന് 20% നികുതി ഈടാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ ബ്രസീലിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ഈ തീരുമാനത്തെ കടൽ കൊള്ള എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ജലപാതകളിൽ ഇത്തരം നികുതി ഈടാക്കുന്നതിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാൻ കപ്പലുകൾ തടയുന്നതും അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും പതിവായി മാറി. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ ഊർജ്ജ കയറ്റുമതിക്കും ഭക്ഷ്യ ഇറക്കുമതിക്കും പ്രധാനമായും ആശ്രയിക്കുന്നത് ഹുർമൂസ് കടലിടുക്കിനെയാണ്. ഈ പാതയിലെ തടസ്സങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ്. ജോർഡനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഇറാനിലെ പ്രധാന സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട് തങ്ങൾക്ക് ശത്രുതയില്ലെന്നും മറിച്ച് സ്നേഹമാണെന്നും IRGC വ്യക്തമാക്കി. എന്നാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ഈ താവളം ഉപയോഗിക്കുന്നതിനാലാണ് ഇവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നതെന്നും IRGC വിശദീകരിച്ചു. റഷ്യയുടെയും ചൈനയുടെയും പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയും സഹായങ്ങളും ഇതിനകം നേടിയെടുത്ത ഇറാനിൽ ഏറ്റവും പുതുതായി അത്യാധുനിക റഷ്യൻ നിർമ്മിത യുദ്ധസന്നാഹങ്ങൾ എത്തിച്ചേർന്നിരിക്കെ യുദ്ധം പൂർവാധികം വിനാശകരമായി തീരാനുള്ള സാധ്യതകളാണ് മുൻപിലുള്ളത്. ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞ ട്രംപിനെയാണ് ഇപ്പോൾ കാണുന്നത്. ഹുർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് 20% റീഇംബേഴ്സ്മെന്റ് ഫീസ് ഈടാക്കുമെന്ന വിവാദ തീരുമാനത്തിൽ നിന്ന് യു-ടേൺ അടിച്ചിരിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ ഭ്രാന്തൻ സമീപനങ്ങൾ പശ്ചിമേഷ്യ എവിടെ കൊണ്ടു ചെന്നെത്തിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.